ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡ്രീം യുവർ ലൈഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്ന IRD നമ്പർ അല്ലെങ്കിൽ ഇൻലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു നമ്പർ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. അതിന് 3 രീതികളാണുള്ളത്. അതെങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് IRD നമ്പർ, നമ്മൾ എപ്പോഴാണ് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ, IRD എന്ന് വെച്ചാൽ ഇൻലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് നമ്മൾ നാട്ടിൽ ടാക്സ്, പാൻ കാർഡ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ടാക്സ് കൊടുക്കുന്ന ഒരു രീതിയാണ്. നമ്മളിവിടെ നിങ്ങൾക്കറിയാം, ന്യൂസിലാൻഡിൽ നമ്മുടെ സാലറിക്ക് നമ്മൾ ടാക്സ് കൊടുത്ത് ആ ടാക്സ് കട്ട് ചെയ്ത് കിട്ടുന്ന എമൗണ്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. അപ്പോൾ ടാക്സ് എത്ര കട്ട് ചെയ്യണമെന്നത് നമ്മുടെ IRD നമ്പറിനെ ബേസ് ചെയ്തിട്ട്, നമുക്ക് കിട്ടുന്ന സാലറി ബേസ് ചെയ്തിട്ടാണ് അത് എത്ര % ആണ് ടാക്സ് പോകുന്നത് എന്നത് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ IRD നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് കട്ട് ആവുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ജോബ് കിട്ടി നമ്മുടെ സാലറി നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നതിന് മുമ്പാണ് നമ്മൾ ഈ IRD നമ്പർ എടുക്കേണ്ടത്. എന്ന് വെച്ച് സാലറി നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നതിന് മുൻപായിട്ടല്ല നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് ഒരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് 3 രീതിയിൽ നമുക്ക് എടുക്കാം. ഒന്നുകിൽ ഡയറക്റ്റ് നമുക്ക് IRD ഡിപ്പാർട്ട്മെൻറ്റ്, നിങ്ങൾ ഏത് ലൊക്കാലിറ്റിയിലാണോ താമസിക്കുന്നത് അവിടുത്തെ IRD ഡിപ്പാർട്ട്മെൻറ്റിൽ ഡയറക്റ്റ് പോയിട്ട് നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സുമായിട്ട് പോയിട്ട് അവിടെ നിന്ന് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ ഒരു രീതി എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എൻ്റെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ഓൺലൈനായിട്ടാണ് ചെയ്തത്. ഞാൻ ചെയ്തത് ഡയറക്റ്റ് IRD ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടാണ്. കുറച്ച് പേര് AA സെൻറ്റർ വഴിയാണ്. AA സെൻറ്റർ ഞാൻ ഈ IRD നമ്പർ എടുക്കാനായിട്ട് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അതിന് പേയ്മെൻ്റ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. $20 സംതിങ് നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ. നമുക്ക് എന്തായാലും നമുക്കൊരു ജോബ് ഓഫറൊക്കെ കിട്ടിക്കഴിഞ്ഞ് അവർ ഇന്ന ഡേറ്റിലാണ് നമുക്ക് ജോയിനിങ് ഡേറ്റ് ഒക്കെ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടുമ്പോഴേ പറയും. അപ്പോൾ അത് പെട്ടെന്നല്ല, എന്തായാലും കുറച്ച് ടൈം ഗ്യാപ്പ് നമുക്ക് അതിനിടയിൽ കിട്ടും. നമുക്ക് അത് ഒന്നുകിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് IRD ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അത് എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും അതായിരിക്കും നല്ലത്. വെറുതെ നമ്മൾ പൈസ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചെയ്ത രീതി ഞാൻ ഫസ്റ്റ് പറയാം. ഫസ്റ്റ് IRD ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടാണ് ഞാൻ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട്, അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഒറിജിനൽ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി എടുക്കുക. പിന്നെ നമ്മുടെ ജോബ് ഓഫർ എന്ന് വെച്ചാൽ നമുക്ക് എവിടെ നിന്നാണോ നമുക്കൊരു ജോബ് കിട്ടിയത് ആ ജോബ് ഓഫറിൽ നമ്മളും സൈൻ ചെയ്തിട്ടുണ്ടാകും, നമ്മുടെ എംപ്ലോയറും സൈൻ ചെയ്തിട്ടുണ്ട്. ആ 2 പേരുടെയും സൈൻ ഉള്ളതായിരിക്കണം ജോബ് ഓഫർ. ചില കെയർ ഹോമിൽ നിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പം ജോബ് ഓഫറിൽ അവരുടെ സൈൻ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ 2 പേരും സൈൻ ചെയ്തിട്ടുള്ള ഏത് ഡോക്യുമെൻ്റാണ് നമ്മുടെ എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഡോക്യുമെൻ്റാണ് അവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം. ജോബ് ഓഫറിൽ നമ്മുടെയും എംപ്ലോയറുടെയും സൈൻ ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടതാണ് പാൻ കാർഡിൻ്റെ കോപ്പി. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് തീർച്ചയായും നമുക്ക് പാൻ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. പാൻ കാർഡിൻ്റെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ഇല്ലെങ്കിൽ കൂടെ അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ സോഫ്റ്റ് കോപ്പി ഉണ്ടായിരിക്കുക എപ്പോഴും. അപ്പോൾ പാൻ കാർഡിൻ്റെ കോപ്പി ഇതിനായിട്ട് അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വേണ്ടതാണ് അഡ്രസ് പ്രൂഫ്. നമ്മളെന്തായാലും ഒരു ബാങ്ക് അക്കൗണ്ട് ഇതിന് മുമ്പായിട്ട് എടുത്തിട്ടുണ്ടാവും. ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ട രീതിയൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് അഡ്രസ് പ്രൂഫും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്കിത് 2 ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അഡ്രസ് പ്രൂഫ് അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ IRD ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത്. പിന്നെ അവിടുന്ന് അവരൊരു ഫോം തരും. ആ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് ഫില്ല് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ നമുക്ക് എപ്പോഴാണ് ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഞാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത് 10 വർക്കിംഗ് ഡേയ്സ് ആണ്. 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് അത്രയും മതിയായിരുന്നു. കാരണം എനിക്ക് ജോബ് ഓഫർ കിട്ടി കുറച്ചേറെ കഴിഞ്ഞിട്ടാണ് എനിക്ക് വിസ ടോക്കണും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും തിരക്കില്ലായിരുന്നു കിട്ടാനായിട്ട്. പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് അത് അർജൻറ്റാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് IRD ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ചെയ്ത് അന്ന് തന്നെ കിട്ടിയവരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ ഉള്ളവർ. അപ്പം പക്ഷെ എന്നോട് പറഞ്ഞത് 10 വർക്കിംഗ് ഡേയ്സ്, എനിക്ക് അത്രയും ഒരു ടൈം എടുത്തു.
അതെന്നെ സംബന്ധിച്ച് അത് പ്രശ്നമില്ലായിരുന്നു. കാരണം എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് കുറേ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് തന്നിരുന്ന ഡേറ്റ് ലേറ്റ് ആയതുകൊണ്ട് എനിക്കത് പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേണം ഇന്ന ഡേറ്റിലാണ് നിങ്ങൾ ജോയിനിങ് എന്ന് പറഞ്ഞാൽ എനിക്കത് തോന്നുന്നു അവർ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കി തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. കൂടാതെ നമ്മുടെ വർക്ക് വിസ റെഡി ആയിട്ടുണ്ടായിരിക്കണം. നമ്മുടെ വർക്ക് വിസ നമ്പർ അവരതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിസ റെഡി ആയിട്ടുള്ളവർക്കാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം എനിക്ക് വർക്ക് വിസയ്ക്ക് മുന്നേ ആണ് ഞാൻ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തത്. ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ IRD ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് പോയിട്ടാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഓൺലൈൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. പിന്നെ മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ AA സെൻറ്റർ വഴിയാണ്. AA സെൻറ്ററിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അതിന് പെട്ടെന്ന് 2-3 ഡേയ്സിനുള്ളിൽ കിട്ടാനാണെങ്കിൽ $20 ആണ് അവർ ചോദിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ടൈം എടുത്താൽ അത് പൈസ ഇല്ലാതെ കിട്ടുമോ എന്നതിനെപ്പറ്റി എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെയിം തന്നെയാണ്. ഇത് ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് എല്ലായിടത്തും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പം ഇതാണ് ഒരു IRD നമ്പർ എടുക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് എടുക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് സാലറി നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നതിന് മുമ്പ് തീർച്ചയായും നമ്മുടെ കയ്യിൽ IRD നമ്പർ ഉണ്ടായിരിക്കണം. നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ആ എംപ്ലോയർ ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടാകും. അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കും. അപ്പോൾ ഇത്രയൊക്കെ രീതികളാണ് ഒരു IRD നമ്പർ എടുക്കാനായിട്ടുള്ള 3 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് IRD ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻലൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് AA സെൻറ്റർ വഴി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെയും ടേക്ക് കെയർ. ബൈ.